ഹായ്. അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. ഇഷ്ടപ്പെട്ടു അല്ലേ? മോളുടെ പേരെന്താ? ശ്രീഭദ്ര. ശ്രീഭദ്ര. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? 6th. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അശ്വതി, ടെൻഷൻ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ? സർപ്രൈസ് കൊടുക്കാം. മിസ് ലൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ പ്രത്യേകത തന്നെ അതാണല്ലോ, ഫുൾ സർപ്രൈസ്. ഒരു സർപ്രൈസ് ആയാലോ? ആവാം അല്ലേ? പിന്നല്ല. ഓക്കെ, എന്നാ അവിടെ നോക്കിക്കോളൂ. ഹായ് അശ്വതി. ഹായ്. ഹലോ. പറഞ്ഞോ. നമസ്കാരം സർ. നമസ്കാരം വേണു സാർ. നമസ്കാരം മഞ്ജരി മാഡം. നമസ്തേ. ഹായ്. എങ്ങനെയാ ലൈക്കിംഗ് ദ ഷോ? ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അശ്വതി ഇവിടെ നല്ലൊരു പാട്ട് കൊണ്ടുവന്നു, ഞങ്ങളൊക്കെ കരയിച്ചു. കണ്ടോ? പെർഫോമൻസ് കണ്ടില്ലേ അശ്വതിയുടെ? ആ പെർഫോമൻസ് കണ്ടു. വളരെ ഇഷ്ടപ്പെട്ടു. അവള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു നെർവസ്നെസ് ഉണ്ട് ഡാൻസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. ഡാൻസ് ചെയ്യുന്ന ആളാണ്. ഇവിടെ എല്ലാ ഭാര്യമാരുടെയും കൂടെ അവരുടെ ഭർത്താക്കന്മാര് പെർഫോം ചെയ്തു. അപ്പൊ അശ്വതി അത് ഒരുപാട് മിസ് ചെയ്തു. അതായിരിക്കും. എന്തായാലും അശ്വതിയുടെ പെർഫോമൻസുകളൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇഷ്ടപ്പെട്ടിരുന്നു. ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതൊക്കെ ജഡ്ജസ് പറഞ്ഞു ഓൾറെഡി. ഇപ്പൊ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയില് പങ്കെടുക്കുമ്പോഴുള്ള ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ട്. ഇത് മുമ്പോട്ടുള്ള ദൈവം സഹായിച്ച് മുമ്പോട്ടുള്ളതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് മേക്കപ്പ് ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഫോൺ കട്ട് ചെയ്യാൻ പോകണം. പ്രൈവറ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് പറയാം അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ബൈ. താങ്ക് യു സോ മച്ച്. എല്ലാരോടും പരാതി പറഞ്ഞിരുന്നില്ലേ, എന്റെ ഹസ്ബൻഡ് മാത്രം എന്റെ കൂടെയില്ല പെർഫോം ചെയ്യാൻ, എനിക്കൊരു സപ്പോർട്ട് ഇല്ല. പക്ഷെ ആള് പെർഫോം ചെയ്യാനില്ലെങ്കിലും സപ്പോർട്ടായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമായില്ലേ? ഹാപ്പി ആയല്ലോ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് എലിമിനേഷനിൽ കാണാം. ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.